ലൈഫിൽ ഇതുപോലെ ടെൻഷൻ അടിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇങ്ങനൊരവസ്ഥ എനിക്കുണ്ടായത്. ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് പഠിച്ച കുട്ടികളുടെ പാരൻസൊക്കെ അനുഭവിച്ച് കാണും. പക്ഷെ ആരും അതൊന്നും തുറന്ന് പറയാറില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാൻ പോവാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഹലോ ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ, സേഫാണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളിതാ വൈകുന്നേരം പുറത്തിറങ്ങിയതാണ് കേട്ടോ. കുറച്ച് വിശേഷങ്ങളും ഇന്നലെ ടെൻഷൻ അടിച്ച കാര്യങ്ങളും അതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നലെയായിരുന്നു CBSE എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ നമുക്കതൊരു കൺഫർമേഷൻ ഇല്ലായിരുന്നു ഏത് ദിവസമാണ് വരിക എന്നുള്ളത്. ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. കേരള സിലബസിൻ്റെ ഓൾറെഡി 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷേ CBSEയുടെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. പക്ഷേ മിഞ്ഞാന്ന് വരെ ടെൻഷനൊന്നും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലുമല്ല. അതിനു മുമ്പ് എൻ്റെ ഫാമിലിയെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് എൻ്റെ ഇക്ക. ഓക്കെ, ഇതെൻ്റെ ചെറിയ മോനാണ്. ആൾക്കിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ആളിപ്പോൾ നടന്നൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയതാണ്. പിന്നെ മോൻ്റെ റിസൾട്ടും വന്നതല്ലേ, അപ്പോൾ മോനെയും കുറച്ച് ഹാപ്പി ആക്കാനൊക്കെ വേണ്ടി പുറത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഈ കുഞ്ഞു കൂടാതെ എനിക്ക് വേറെ 2 മക്കളുണ്ട്. മൂത്തയാൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 ഇവിടെ +1 ഒക്കെ ആദ്യം തന്നെ ഏപ്രിൽ തന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആളാണ് ഈ ആൾ. ഓക്കെ, പിന്നെ അതുകൂടാതെ മോളുണ്ട്. മോള് ഗ്രേഡ് 4ലാണ് പഠിക്കുന്നത്. 2 പേരും പഠിക്കുന്നത് അബുദാബി ഇന്ത്യൻ സ്കൂളിലാണ് കേട്ടോ, ADISലാണ്. ഇത് ഞാൻ പറയാൻ കാരണം കുറേ ആൾക്കാർ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ട്. ഇന്നലത്തെയും മിഞ്ഞാന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു പക്ഷേ മേ ബി നിങ്ങളൊക്കെ ഞങ്ങളുടെ നൈബേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ കുട്ടികൾ ADISലൊക്കെ പഠിക്കുന്നതെന്നൊക്കെ താഴെ കമൻറ്റ് കണ്ടു. അപ്പോൾ അങ്ങനെ മേ ബി ഞാൻ മക്കളെ പിക്ക് ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ നിങ്ങളെന്നെ കണ്ടു കാണും, അതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ അബുദാബിയിൽ മുറൂറിലാണ് താമസിക്കുന്നത്. അതൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നേരെ കാര്യത്തിലോട്ട് പോവാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ പെട്ടെന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ കസിൻ്റെ വൈഫിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിൻ്റെ മകനും പിന്നെ ആൾ +2നാണ്. അപ്പോൾ ഞാൻ അവൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു റിസൾട്ട് വന്നോന്ന്. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ ഓൾമോസ്റ്റ് വന്നു എന്നുള്ളത് ന്യൂസ് വരുന്നുണ്ട്, 10th കൂടി വന്നു എന്ന് പറഞ്ഞേ. അപ്പോൾ അതുവരെ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. 10ാം ക്ലാസ്സിൻ്റെ വന്നു എന്ന് പറയുമ്പോൾ നമുക്കങ്ങ് നെഞ്ചിടിപ്പ് തുടങ്ങി കേട്ടോ. പണ്ടത്തെ നമ്മുടെ സ്കൂളിൻ്റെ ആ ഒരു മെമ്മറീസൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു വന്നില്ല. അപ്പോൾ അവൾ എന്നോട് വീണ്ടും പറഞ്ഞു വന്നു. അങ്ങനെ ഞങ്ങൾ ഡൗട്ട്സിലായിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, കുറേ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് റിസൾട്ട് അറിയാനുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ പറയുക, ഡിജി ലോക്കർ എന്ന് പറയുന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തൊക്കെയാണ് ഇവിടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് ആദ്യം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ പിന്നെ അവസാനം മോൻ്റെ റിസൾട്ട് വന്നു കേട്ടോ. റിസൾട്ട് വരുന്നത് വരെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ റിസൾട്ട് അറിയാനുള്ള ഒരു ഇതുണ്ടാവില്ല എനിക്കും ഇക്കാക്കൊക്കെ. മുമ്പൊന്നും ഞങ്ങൾക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞില്ല, മക്കൾക്ക് കിട്ടുന്ന മാർക്സ് എത്രയാണെങ്കിലും കുഴപ്പമില്ല, ജയിച്ചാൽ മതി എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ മക്കളെ ഒരിക്കലും വഴക്ക് പറയണം അങ്ങനെയുള്ള ഒരു രീതിയിലൊന്നും നിന്ന ആൾക്കാരേ അല്ല കേട്ടോ. അങ്ങനെയുള്ള ചിന്തകളുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ മക്കളെ എന്താ പറയുക, എൻ്റെ പാരൻസ് അങ്ങനെ പഠിക്കാൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ പഠിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ എനിക്ക് അന്ന് പഠിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇപ്പം നമ്മൾ ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തിയപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, കൂടുതൽ നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് വീട്ടിൽ കുത്തിയിരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല. നമ്മളത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റേതായ രീതി നടക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കറിയുന്ന ഒരാൾ നല്ല സ്കോർ ചെയ്ത ആളാണ് കേട്ടോ. അയാൾ ഫാമിലിയൊന്നുമല്ല, പക്ഷേ എനിക്ക് പരിചയത്തിലുള്ള ഒരാളാണ്. ആ പഠിക്കുന്ന സമയത്ത് ഭയങ്കര അഹങ്കാരമായിരുന്നു, നല്ല മാർക്ക് കിട്ടിയെന്നും പറഞ്ഞു. പക്ഷേ പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് ലൈഫിൽ ഭയങ്കര ദാരിദ്ര്യം. പഠിക്കുന്ന സമയത്ത് ആ പഠിത്തത്തിൻ്റെ പേരും പറഞ്ഞ് കുറച്ച് അഹങ്കാരമായിരുന്നു. പക്ഷേ അവരാണെങ്കിലോ അവസാനം വീട്ടു ജോലിക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ. കാരണം പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, സ്കോർ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവർക്ക് ഒന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇവരുടെ മനസ്സിനകത്ത് എപ്പോഴും ഞാൻ പണ്ടത്തെ ടോപ്പറാണ് എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അവരാണെങ്കിൽ എവിടെയും എത്തത്തുമില്ല.
പൊതുവേ ആണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് അസൂയയും കുശുമ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. അയാളാണെങ്കിലോ മക്കളെയൊക്കെ പോറ്റാൻ വേണ്ടിയിട്ട് വീട്ടു ജോലിക്കൊക്കെ പോയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുപോലെയൊക്കെയുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെയൊക്കെ കൺമുമ്പിലൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം ഞാനൊക്കെ മോനോട് പറയും, നല്ലോണം പഠിക്കൊന്നും വേണ്ട, ഒന്ന് ജയിച്ചു പോയാൽ മതി. കുറേ അങ്ങ് പഠിച്ച് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി ഇപ്പോൾ ഇവിടെയൊക്കെ ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ മാർക്കും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നോക്കുന്നത്. ഇവർ നമ്മുടെ കഴിവുകളാണ്. നമ്മളിപ്പോൾ എങ്ങനെയാണോ, അല്ലാതെ ഇപ്പോൾ നമുക്ക് SSLCയിൽ ടോപ്പ് സ്കോററാണെന്നും പറഞ്ഞ് ഒരു സ്പെഷ്യൽ ജോബൊന്നും ഇവിടെ തരില്ല. മനസ്സിലായോ? നമ്മുടെ കഴിവുകൾ എങ്ങനെയാണോ, നമ്മൾ ആക്റ്റീവാണോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എനിക്കൊന്ന് സോഷ്യൽ മീഡിയയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്ര ആക്റ്റീവ് ആവുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്ഥലങ്ങളിലും വാല്യൂ ഉണ്ട്. ഇതൊക്കെ കൊണ്ട് ഞാനും എൻ്റെ മോനോട് പറയാൻ തുടങ്ങി, കുറേ അങ്ങ് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട. പക്ഷെ ആൾ എക്സാമിൻ്റെ അവസാന മൂമെൻറ്റിൽ ആൾ നല്ല രീതിയിൽ ഇരുന്ന് പഠിച്ചു. പിന്നെ ആണെങ്കിൽ നമുക്ക് അറിയാലോ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയുടെ മരണവും ഇവരുടെ എക്സാമും എല്ലാം ഇങ്ങനെ അടുത്തടുത്തൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ മോൻക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അവരുടെ സെയിം ഏജിലുള്ള കുട്ടി, എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ മോനൊക്കെ ഫുൾ ടൈം ഈ കുഞ്ഞിൻ്റെ ന്യൂസ് ഇങ്ങനെ എന്താ പറയുക നോക്കിക്കൊണ്ടേയിരിക്കും, എന്നോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞു, കൂടുതലൊന്നും അങ്ങനെ പഠിക്കാൻ നിൽക്കണ്ട, നിനക്ക് പറ്റുന്ന രീതിയിൽ അങ്ങ് പോർഷൻസ് കവർ ചെയ്താൽ മതി, അതൊക്കെ ഓൾറെഡി കവർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ആളെങ്ങ് സമാധാനിപ്പിച്ച് അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ മോനോട് ചോദിക്കും ഓരോ ദിവസവും കഴിയുമ്പോഴേ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ആൾ പറഞ്ഞു ഭയങ്കര ഈസിയാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആളോട് ഇടയ്ക്ക് പറയാറുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ എക്സാമിനൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ചെറിയതൊക്കെ ആയിക്കഴിഞ്ഞാൽ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ ആളോട് പറയാറുണ്ട്. കാരണം നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് അതായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ആളങ്ങ് മൈൻഡ് ചെയ്തില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ എന്താ പറയുക, ഉച്ചയാകുമ്പോഴേക്കും റിസൾട്ട് വന്നു കേട്ടോ. അത്യാവശ്യം നല്ല മാർക്കുണ്ട്, കുഴപ്പമില്ല, മാർക്ക് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല മാർക്കുണ്ട്. പക്ഷേ ആളെന്നോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ സബ്ജക്റ്റും ഭയങ്കര ഈസി ആയിരുന്നു, മാത്സ് കുറച്ച് ടഫാണെന്നാണ് പറഞ്ഞത്. ഇവിടെ മോൻക്കാണെങ്കിൽ അറബിക്കിലൊക്കെ നല്ല മാർക്ക് കിട്ടും കേട്ടോ, അറബിക്ക് പഠിക്കാൻ ഈസിയാണ്. പക്ഷേ ഇപ്പോൾ ആനുവൽ എക്സാമിൻ്റെ ഇത് നോക്കുമ്പോഴേ ഇംഗ്ലീഷിലാണ് ആൾക്ക് ടോപ്പ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം വന്നിരിക്കുന്നത് എല്ലാം ഓൾമോസ്റ്റ് ഒരുപോലെയാണ് കേട്ടോ. പക്ഷേ അറബിക്കിലാണ് സാധാരണ അവന് എക്സാമിനൊക്കെ ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പോൾ ആനുവൽ എക്സാം വരുമ്പോൾ അറബിക്കിന് കുറച്ച് കുറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല കേട്ടോ നടക്കുന്നത്. ഇതുപോലെ ഓരോ പാരൻസിനും എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞു, നമുക്കൊക്കെ ഓരോരോ എക്സ്പീരിയൻസാണ് ഇതുപോലെ ഇങ്ങനെ പറയാൻ നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലെയൊക്കെ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മദറല്ല. ചില പാരൻസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ട് വെക്കും, എക്സാമിന് ഇത്ര മാർക്ക് കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് മക്കളെ അങ്ങ് ടെൻഷനൊക്കെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു സമയത്താണ് ഈ കുട്ടികളൊക്കെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്ന് സൂയിസൈഡ് ചെയ്യുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും തോന്നാതിരിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഈ ഒരു സന്തോഷമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈകുന്നേരം പുറത്തൊക്കെ ഇറങ്ങി മക്കളെയൊക്കെ ഒന്ന് എന്താ പറയുക, മക്കളെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി അവരെ പുറത്തുനിന്ന് കഴിപ്പിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, പാർക്ക് ചെയ്ത വണ്ടി, അപ്പോൾ മോൾക്കാണെങ്കിൽ ജിംനാസ്റ്റിക്കിന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ അതിനെയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നമ്മളെന്ത് ചെയ്തു, വണ്ടി പാർക്ക് ചെയ്തപ്പോൾ എവിടെ പാർക്ക് ചെയ്തതെന്ന് നോക്കിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കുമായിരുന്നേ. അപ്പോൾ അങ്ങനെ അതും തപ്പിയിട്ട് ഇക്ക പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിറകെ അങ്ങ് പോയതാണ് കേട്ടോ. അതാണിത്. നമ്മളിപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടിനകത്തുള്ള പാർക്കിങ്ങിലാണുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി തപ്പി അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഓൾറെഡി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇക്കക്ക് ഓൾമോസ്റ്റ് കിട്ടി. പക്ഷെ നല്ല ചൂടാട്ടോ ഇതിനകത്തൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ എന്താ പറയുക നടന്നുകൊണ്ടിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.